ഹരിയാനയിൽ കോൺഗ്രസിന് വേണ്ടി ഇലക്ഷൻ പ്രചാരണം നടത്തി BJP MP കൊണകണ റണ്ണൌട്ട്. ഏതാണ്ട് 6 മാസം മുൻപ് റിലീസ് ചെയ്യേണ്ടിയിരുന്ന അവരുടെ പ്രൊപ്പഗാൻഡ ചിത്രം എമർജൻസി റിലീസ് ചെയ്യുവാൻ അനുവാദം നൽകാത്ത BJP ഗവൺമെന്റിന് എതിരെയുള്ള അവരുടെ പ്രതിഷേധമാണോ ഇത്? നിങ്ങൾക്ക് ഏവർക്കും അത്ഭുതം തോന്നാം, എങ്ങനെയാണ് കങ്കണയ്ക്ക് കോൺഗ്രസിന് വേണ്ടി ഇലക്ഷൻ പ്രചാരണം നടത്താൻ തോന്നുന്നത് എന്ന്. BJPയുടെ അന്ത്യം കണ്ടിട്ടേ അടങ്ങൂ എന്നുള്ള വാശിയിലാണ് അവർ എന്ന് തോന്നുന്നു. ഹരിയാനയിൽ ഓൾറെഡി ബ്രെയിൻ ഡെഡ് ആയ BJPയുടെ 20 സീറ്റുകൾ എങ്കിലും നേടുക എന്നുള്ള പ്രതീക്ഷയെപ്പോലും തല്ലിക്കെടുത്തുന്ന രീതിയിലാണ് കങ്കണയുടെ പ്രവർത്തനങ്ങൾ. അവർ ഡയറക്റ്റ് ആയല്ല, മറിച്ച് ഇൻഡയറക്റ്റ് ആയാണ് ഹരിയാനയിലെ കോൺഗ്രസിന്റെ വിജയത്തിനു വേണ്ടി പ്രചരണം നടത്തുന്നത്. BJPക്ക് വലിയ നാശനഷ്ടമുണ്ടാക്കുന്ന വാക്കുകൾ അവരുടെ വായിൽ നിന്ന് വരുമ്പോൾ അത് കോൺഗ്രസിന് നേട്ടമാവുമല്ലോ. മോദിയും ഷായും തുടങ്ങിവെച്ച BJPയുടെ നശീകരണത്തിന് ഏറ്റവും വേഗം വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് കങ്കണയുടെ പ്രവർത്തനങ്ങൾ. കർഷകരെ നശിപ്പിക്കാൻ BJP കൊണ്ടുവന്ന 3 കരിനിയമങ്ങൾ കർഷകരുടെ കനത്ത പ്രതിഷേധ ഫലമായി U-ടേൺ എടുക്കേണ്ട അവസ്ഥയാണ് മോദിക്ക് വന്നത്. കർഷകരുടെ മുന്നിൽ മുട്ടുമടക്കി 3 കരിനിയമങ്ങളും മോദിക്ക് പിൻവലിക്കേണ്ടി വന്നു. പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ BJPക്കാർക്ക് ആർക്കും നട്ടെല്ല് നിവർന്നിട്ടില്ല. ഇപ്പോൾ കങ്കണ പറഞ്ഞിരിക്കുകയാണ്, കർഷകരുടെ ക്ഷേമത്തിന് കൊണ്ടുവന്ന പിൻവലിക്കപ്പെട്ട 3 നിയമങ്ങളും വീണ്ടും കൊണ്ടുവന്ന് നടപ്പിലാക്കണമെന്ന്. കർഷകരോട് കൈകൂപ്പി അവർ അഭ്യർത്ഥിക്കുകയാണ് ഈ 3 കരിനിയമങ്ങളും നടപ്പിലാക്കാൻ സമ്മതിക്കണമെന്ന്. किसानों के जो लॉज हैं वो मुझे लगता है जो रिपील हो गए हैं वो फिर से लगने चाहिए. हो सकता है कंट्रोवर्शियल हो जाए, लेकिन मुझे लगता है किसानों के हितकारी लॉज वापस आने चाहिए और किसानों को खुद इसकी डिमांड करनी चाहिए. കർഷകരെ തീവ്രവാദികളെന്നും ബലാത്സംഗം നടത്തുന്നവർ എന്നും കൊലപാതകികളെന്നും പാകിസ്ഥാൻ, ചൈന, അമേരിക്ക എന്നിവരുടെ ഏജന്റുകൾ എന്നും വിളിച്ച കങ്കണയാണ് ഇപ്പോൾ പറഞ്ഞത് നല്ലവരായ കർഷകർ നിയമങ്ങൾ നടപ്പിലാക്കാൻ സമ്മതിക്കണമെന്ന്. ഇത് വലിയ വിവാദമാകും എന്ന് തനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്. കർഷക സമരത്തിൽ ഏറ്റവും കൂടുതൽ പങ്കാളികളായത് ഹരിയാനയിലെയും പഞ്ചാബിലെയും കർഷകരായിരുന്നു. ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഹരിയാനയിൽ കങ്കണയുടെ ഈ അഭിപ്രായം BJPയുടെ പരിപൂർണ നാശത്തിന് ഇടവരുത്തും എന്ന് തീർച്ചയാണ്. ഇതിനു മുൻപ് കർഷകരെ ബലാത്സംഗം നടത്തുന്നവർ എന്നും കൊലപാതകികളെന്നും പാകിസ്ഥാന്റെയും ചൈനയുടെയും അമേരിക്കയുടെയും ഏജന്റുമാർ എന്നും വിളിച്ചപ്പോൾ BJP പ്രസിഡന്റ് JP നഡ്ഡ ഉൾപ്പെടെയുള്ളവർ അവരെ ശാസിച്ചതും ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ മേലിൽ നടത്തരുത് എന്നും പറഞ്ഞതാണ്. ആ അവസരത്തിലാണ് വീണ്ടും BJP വളരെ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് ഇങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങളുമായി BJPയെ ഉന്മൂലനാശം ചെയ്യാൻ കങ്കണ ഇറങ്ങിയിരിക്കുന്നത്. ഇതിനെ തുടർന്ന് പ്രതിരോധത്തിലായ BJP അവർക്ക് അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ് എന്നാണ് കേൾക്കുന്നത്. BJP വക്താവ് ഗൗരവ് ഭാട്ടിയ പാതിരാത്രി വന്ന് ഇവരുടെ ഈ വാക്കുകൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രസ്താവനയിട്ടു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: तमाम सोशल मीडिया प्लेटफॉर्म्स पर कंगना रनौत जी, जो कि भाजपा की सांसद नेत्री हैं, उनका एक बयान 3 कृषि कानूनों को लेकर, जो कि पहले वापस लिए गए थे, चल रहा है. मैं बिल्कुल स्पष्टता से कहना चाहता हूं, ये बयान कंगना रनौत जी का व्यक्तिगत बयान है एवं भारतीय जनता पार्टी की तरफ से ना कंगना रनौत जी ऐसा कोई बयान देने के लिए अधिकृत है और ना ही उनका बयान जो पार्टी की सोच है. പിൻവലിച്ച 3 കാർഷിക നിയമങ്ങളെക്കുറിച്ച് പാർട്ടിയുടെ അഭിപ്രായം ഇതല്ല. ഇത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ കങ്കണയെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. 3 कृषि कानूनों को लेकर उसको दर्शाता है, इसलिए उस बयान का हम खंडन करते हैं. അവരുടെ ഈ അഭിപ്രായത്തെ ഞങ്ങൾ ശക്തമായി നിഷേധിക്കുന്നു. ഇത് മാത്രമല്ല, BJPയുടെ നേതൃത്വത്തിൽ നിന്ന് കങ്കണയ്ക്ക് കണക്കിന് കിട്ടിയെന്ന് വ്യക്തമാക്കുന്നതാണ് അതിന്റെ പിറ്റേ ദിവസം കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അവർ ഇതിനു മാപ്പ് ചോദിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട വീഡിയോ. അവരുടെ നിസ്സഹായാവസ്ഥ, വെപ്രാളം അവരുടെ മുഖത്തു നിന്ന് തന്നെ വായിച്ചെടുക്കാവുന്നതാണ്. കങ്കണയുടെ ആ സവർക്കർ മൊമെന്റ് ഇതാ. पिछले बीते कुछ दिनों में मीडिया ने मुझसे फार्मर्स लॉ पे कुछ सवाल किए और मैंने ये सुझाव दिया कि किसानों को फार्मर्स लॉ वापस लाने का प्रधानमंत्री जी से निवेदन करना चाहिए. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മീഡിയ കൃഷി നിയമങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കൃഷിക്കാർ പ്രധാനമന്ത്രിയോട് ആ 3 നിയമങ്ങളും തിരിച്ചു കൊണ്ടുവന്ന് നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെടണമെന്ന്. मेरी इस बात से बहुत सारे लोग निराश हैं और डिसअपॉइंटेड हैं. ഇതിൽ വളരെയധികം പേർ നിരാശരും
ഡിസപ്പോയിന്റഡും ആണ്. जब फार्मर्स लॉ प्रपोज हुए थे तो हम बहुत सारे लोगों ने जो है उनका समर्थन किया था, लेकिन बड़ी ही संवेदनशीलता से और सहानुभूति से हमारे माननीय प्रधानमंत्री जी ने वो लॉज जो थे वापस ले लिए थे. കൃഷി നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ വളരെയേറെ പേർ അതിനെ പിന്തുണച്ചിരുന്നു. എന്നാൽ വളരെ ഉദാരമനസ്കതയോടെയും മര്യാദയോടെയും പ്രധാനമന്ത്രി ആ നിയമങ്ങൾ പിൻവലിച്ചു. ये हम सब कार्यकर्ताओं का कर्तव्य बनता है कि हम उनके शब्दों की गरिमा रखें. मुझे ये बात भी ध्यान रखनी होगी कि मैं अब एक कलाकार नहीं, भारतीय जनता पार्टी की कार्यकर्ता हूँ. ഞങ്ങൾ എല്ലാ പ്രവർത്തകരുടെയും കർത്തവ്യമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കണമെന്ന്. ഞാനിപ്പോൾ ഒരു കലാകാരിയല്ല, മറിച്ച് ഒരു രാഷ്ട്രീയക്കാരിയാണ് എന്നുള്ള കാര്യം ഞാൻ ഓർക്കേണ്ടതായിരുന്നു. और मेरे ओपिनियंस अपने नहीं होने चाहिए, वो पार्टी का स्टैंड होना चाहिए. तो अगर मैंने अपने शब्दों से और अपनी सोच से किसी को डिसअपॉइंट किया है, मुझे खेद रहेगा. आई टेक माई वर्ड्स बैक. അതുകൊണ്ട് എൻ്റെ അഭിപ്രായമല്ല, പാർട്ടിയുടെ അഭിപ്രായമാണ് ഞാൻ പ്രകടിപ്പിക്കേണ്ടിയിരുന്നത്. എൻ്റെ വാക്കുകളിലും ചിന്തകളിലും ആരെയെങ്കിലും നിരാശപ്പെടുത്തിയെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ തിരിച്ചെടുക്കുന്നു. കങ്കണയുടെ ഈ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കാണുമ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിപ്പോവുകയാണ്. പിന്നെ കൊണകൊണാജി നിരാശരും ഡിസപ്പോയിന്റഡും ആണെന്ന് പറയുന്നത് റിഡൻഡന്റ് ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടിൻ്റെയും അർത്ഥം ഒന്നു തന്നെയാണെന്നുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ല എന്ന് ഇങ്ങനെ തുറന്നു കാണിക്കരുത്. ഇനി ഇവരുടെ രണ്ടാമത്തെ മനോഹരമായ വിഡ്ഢിത്തം കേട്ടോളൂ. ഹിമാചലിൽ വെച്ച് ഇവർ പറയുകയാണ്, कहाँ से ये इतना खर्चा कर रहे हैं? ये सब जानते हैं कि हिमाचल से जो लोन लिया गया, जो ऋण लिया गया है, वो गया कहाँ डायरेक्टली. तो दोस्तों, ये बहुत ही चिंताजनक स्थिति है हमारे लिए. അവിടുത്തെ കോൺഗ്രസ് സർക്കാർ ലോൺ എടുത്ത് ആ പണം സോണിയയ്ക്ക് കൊടുക്കുകയാണ് എന്ന്. जो राज्य सरकार में मुख्यमंत्री बन के बैठे हुए हैं, बड़े बड़े मंत्रालय लेके बैठे हुए हैं, अगर हम कोई डिजास्टर फंड भी लेके आते हैं, किसी तरीके का फंड भी आता है, वो भी मुख्यमंत्री कोष में जाएगा. और वो वहां से कहाँ जाएगा ये हम सब जानते हैं. वो जाएगा सोनिया की सरकार के पास, सोनिया के राहत कोष में. तो ये सबको पता है कि जो भ्रष्टाचार की जो सरकार है, ये जो भी जिन जिन राज्यों में इनकी सरकार है, वो बिल्कुल खोखले हो चुके हैं. वो राज्यों को इन लोगों ने लूट लिया है बिल्कुल. और कैसे लड़ रहे हैं ये इलेक्शन. അതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും പണം നൽകരുതെന്നും അങ്ങനെ നൽകുന്ന പണമെല്ലാം സോണിയയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുകൂടി അവർ പറഞ്ഞു വെച്ചു. നിങ്ങളുടെ തലയ്ക്ക് ഓളമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ശരിക്കും എന്ത് തേങ്ങയാണ് നിങ്ങളീ പറയുന്നത്? മണ്ഡിയിലെ ജനങ്ങളെ സമ്മതിച്ചേ മതിയാവും. ഇങ്ങനെയൊരു വ്യക്തിക്ക് വോട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് ഒരു സാമാന്യബോധമുള്ള വ്യക്തിയെന്ന നിലയിൽ എനിക്ക് ഒരു തരത്തിലും മനസ്സിലാകുന്നില്ല. പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന BJP എന്ന കപ്പലിന്റെ തകർച്ചയുടെ ആക്കം കൂട്ടുന്ന കങ്കണയുടെ ഈ വാക്കുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?